നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എനിക്കൊരു മെസ്സേജ് ചെയ്തു. ഒരു വീഡിയോയുടെ ലിങ്ക് ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഒരു അഭ്യർത്ഥന, ദയവായി ശീതൾ ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണം, ഫോൺ തുറക്കാൻ നിവൃത്തിയില്ല. ഞാൻ ആ വീഡിയോ ഓപ്പൺ ചെയ്തു. എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പുതിയ ഒരു വെല്ലുവിളിയാണ് AI വീഡിയോകളുടെ ഗുരുതരമായ ദുരുപയോഗം. ഏതൊരു സാങ്കേതിക വിദ്യ പുതിയതായിട്ട് വരുമ്പോഴും അതിനെ എങ്ങനെ കൃത്യമായിട്ട് ദുരുപയോഗം ചെയ്യാം, എങ്ങനെ മുതലെടുക്കാം, അതുപയോഗിച്ച് മനുഷ്യരെ എങ്ങനെ ചൂഷണം ചെയ്യാം, പണം ഉണ്ടാക്കാം തുടങ്ങിയ കാര്യങ്ങളൊന്നും നമ്മുടെ ആളുകളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. അക്കാര്യത്തിൽ അതിവിദഗ്ധരാണ്. ഞാൻ ആ വീഡിയോ ഓപ്പൺ ചെയ്തപ്പോൾ കണ്ടത് ഒരു ചാനൽ, അതിൽ 47,000-ഓളം സബ്സ്ക്രൈബർ. 2 ദിവസം മുമ്പാണ് ഞാൻ ആ ചാനൽ നോക്കുന്നത്. ആ സമയത്തുണ്ട്. ആകെ ഇട്ടിട്ടുള്ളത് 90 വീഡിയോസാണ്. അതിലെ ഒരു ഷോർട്ട് വീഡിയോയിൽ അവർ അവകാശപ്പെടുകയാണ്, വെറും 10 ദിവസത്തിനുള്ളിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി. ഒരു യൂട്യൂബ് ചാനൽ മോണിറ്റൈസ്ഡ് ആകുക എന്ന് പറഞ്ഞാൽ സാമ്പത്തികം ആ ചാനലിൽ നിന്ന് കിട്ടാൻ തുടങ്ങുക എന്നതാണ്. പരസ്യങ്ങൾ ആ ചാനലിലേക്ക് കയറുക എന്നുള്ളതാണ്. അതിന് ബേസിക് ആയിട്ട് വേണ്ടത് 4000 മണിക്കൂർ വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സുമാണ്. ഈ 4000 മണിക്കൂറൊക്കെ വാച്ച് അവേഴ്സ് ഈ ഷോർട്ട് വീഡിയോകളിലൂടെ മാത്രം. ഷോർട്ട് വീഡിയോയുടെ മാക്സിമം ഡ്യൂറേഷൻ വരുന്നത് 3 മിനിറ്റാണ്. പക്ഷേ ഇവരിടുന്നതൊക്കെ 1 മിനിറ്റ് 1.5 മിനിറ്റൊക്കെ ഉള്ളൂ മാക്സിമം. ഇതിൽ നിന്ന് ഇവർക്ക് 10 ദിവസത്തിനകം അത് കിട്ടണമെങ്കിൽ എത്രത്തോളം ആളുകൾ പൂർണ്ണമായിട്ടും ആ ഷോർട്ട് വീഡിയോകൾ കണ്ടിട്ടുണ്ടാകും? വളരെ തുച്ഛമായിട്ടുള്ള വീഡിയോസാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ നേട്ടമുണ്ടാക്കാം. ഞങ്ങൾ എങ്ങനെയാണ് ഇത് ഇത്രയും പെട്ടെന്ന് കൈവരിച്ചത് എന്നറിയണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ പരിശോധിക്കൂ എന്നൊക്കെ പറയുകയാണ്. ഈ ചാനൽ എടുത്ത് ഞാൻ നോക്കുമ്പോൾ, ചാനലിൻ്റെ പേര് പറയുന്നില്ല, കാരണം അത് തപ്പിപ്പിടിച്ച് പോയി ചെന്ന് കാണാനുള്ള ആളുകളും ഉണ്ടാവും, അതുകൊണ്ട് അത് പറയുന്നില്ല. അതിൽ ഇവർ 4 വർഷം മുമ്പ് കുറേ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രകൃതി, വയൽ, കാട്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരു റീച്ചും ഉണ്ടായില്ല, ആരും അത് കണ്ടില്ല. 4 വർഷങ്ങൾക്ക് ശേഷം അവർ നടത്തിയ ഒരു തിരിച്ചുവരവാണ് കേട്ടോ. വളരെ വിജയകരമായിട്ടുണ്ട്, ചാനൽ വിജയിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതിൽ ഒരു ഡയലോഗ് പോലും എനിക്ക് വായ തുറന്ന് നിങ്ങളുമായിട്ട് ഇപ്പോൾ പറയാൻ നിവൃത്തിയില്ല എന്നുള്ളതാണ്. അത്രയും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ലൈംഗിക അവയവങ്ങളെ ആഹാര സാധനങ്ങളോടും മറ്റുള്ള വസ്തുക്കളോടുമൊക്കെ പച്ചയ്ക്ക് ഉപമിച്ചുകൊണ്ട് മലയാളത്തിൽ അങ്ങ് വെട്ടി തുറന്ന് സംസാരിക്കുകയാണ്. പണ്ട് ഈ അഡൽട്ടൊള്ളി സിനിമകളൊക്കെ തിയേറ്ററിൽ മാത്രം, അല്ലേ, സെക്കൻഡ് ഷോ ആയിട്ട് മാത്രം പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്ന സമയങ്ങളുണ്ട്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട വാരികകളൊക്കെ ആളുകൾ ഒളിച്ചും പാത്തും ഒളിപ്പിച്ചു വെച്ചുമൊക്കെ വായിച്ച ഒരു സമയമൊക്കെയുണ്ട്. പിന്നീട് CD-കൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വെബ്സൈറ്റുകൾ ഒരുപാടുണ്ട്. അതും കടന്ന് അവിടെയൊക്കെ ഒരു ലിമിറ്റുണ്ട്, അല്ലേ, ചില പരിമിതികളും പരിധികളും ഉണ്ടായിരുന്നു. 18 വയസ്സിൽ താഴെയുള്ള ആളുകൾക്കൊന്നും അത്ര പെട്ടെന്നത് കയ്യിൽ കിട്ടുക അത്ര എളുപ്പമായിരുന്നില്ല. പക്ഷേ ഇതിപ്പോൾ യൂട്യൂബ് ചാനലുകളാണ് ഇറങ്ങിയിരിക്കുന്നത്. യൂട്യൂബിന് പ്രായപരിധി, അങ്ങനെ ഉപയോഗിക്കാനുള്ള പ്രായപരിധി നിലവിൽ ഇന്ത്യയിലില്ല. അപ്പോൾ അത്രത്തോളം പെട്ടെന്ന് മനുഷ്യരിലേക്ക്, കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളിലേക്ക് ഇത് എത്തുകയാണ്. അവരുടെ വീഡിയോയുടെ ക്ലിപ്പ് പോലും ഞാനിതിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ ചാനൽ മൊത്തം മലിനമാകും. അമ്മാതിരിയുള്ള നാണം കെട്ട നാറിയ വർത്തമാനങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. പല മതത്തിൽപ്പെട്ട മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള സ്ത്രീകളെ വെച്ചുകൊണ്ട് അവരുടെ ശരീരത്തിലെ അവയവങ്ങളെല്ലാം മുഴപ്പിച്ച് കാണിച്ചുകൊണ്ട് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതെല്ലാം ലൈംഗികതയെക്കുറിച്ചെന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ടോക്കുകളൊക്കെ സുഹൃത്തുക്കൾക്കിടയിലൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ അതൊന്നുമല്ല. തരം താണ എങ്ങനെ ഇവൻ്റെയൊക്കെ ഭാവന ഏത് രീതിയിൽ പോകുന്നു, പിന്നെ ഇവരുടെ ഭാവനയുടെ പിന്നിലെ ആ ഒരു ചിന്താ വൈകൃതം വെളിവാക്കുന്ന ആശയങ്ങളാണ് ഇതിലുള്ളത്. അതായത് ഒരാളുടെ മുത്തച്ഛൻ്റെ പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ അച്ഛൻ്റെ പ്രായമുള്ള ഒരാളുമായിട്ടുള്ള സംസാരം. നിൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ എങ്ങനെ സാധിച്ചു തരണം, എനിക്ക് എന്തൊക്കെയാണ് ആഗ്രഹങ്ങളെന്ന് അങ്ങോട്ട് ചോദിക്കുന്നു. എൻ്റെ ഭർത്താവിൻ്റെ കഴിവുകേട് ഇതൊക്കെയാണ്, അത് നികത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? ഇതൊക്കെ വളരെ പച്ചയ്ക്ക്, വളരെ തരംതാണ വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുത്തൻ്റെ ഭാര്യ വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയിട്ട് അവർ തമ്മിലുള്ള സംസാരങ്ങൾ, വളരെ പ്രായവ്യത്യാസം ഉള്ള ആളുകളെ തമ്മിലാണ് ഇവരിങ്ങനെ സംയോജിപ്പിച്ചുകൊണ്ട് അതിലൊരു ആനന്ദം കണ്ടെത്തുകയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ? ഇതിൽ ഇത്രയും പ്രേക്ഷകരെങ്ങനെ വരുന്നു എന്നാണ്. നമ്മുടെ ചാനൽ എടുത്ത് നോക്കിയാൽ മതി. ഇപ്പം 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയെങ്കിൽ 13,000 വീഡിയോയുടെ അടുത്ത് ഇട്ടിട്ടുണ്ട്. എന്നിട്ടാണ് നമുക്ക് അത്രയും സബ്സ്ക്രൈബേഴ്സ് ആയത്. പക്ഷേ ആളുകൾക്ക് ഇത് മതി.
മനുഷ്യരുടെ ആവശ്യത്തിനനുസരിച്ച് വിളമ്പുകയാണ്. ആദ്യം വളരെ ലൈറ്റായിട്ടാണ് ഇവന്മാർ ഇറക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിൻ്റെ വളരെ ഗുരുതരമായിട്ടുള്ള, നമുക്ക് അവിശ്വസനീയമായ തരത്തിലുള്ള ഒരു വേർഷനിലേക്ക് അത് പോവുകയാണ്. ഇതിന് തടയിടാൻ വല്ലതും പറ്റുമോ നമുക്ക് എന്ന് ചോദിച്ചാൽ പറ്റില്ല. ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചത് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല. വേറെ കുറേ ആളുകൾ വന്ന് പറയും ഇങ്ങനത്തെ ടോപ്പിക്ക് മാത്രമേ നിനക്ക് സംസാരിക്കാനുള്ളൂ എന്ന്. ഇപ്പോൾ എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിൽ കുടിച്ച ചായയുടെ കടുപ്പം എത്രയായിരുന്നു, ആ കടുപ്പത്തിന് പിന്നിലുള്ള കൈകൾ ഏതൊക്കെയാണ് എന്നൊക്കെ തിരക്കി ഓടുന്ന ആ ഒരു വ്യഗ്രതയിലാണ്. അതൊക്കെ ശരി, അതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വിഷയങ്ങൾ. പക്ഷെ ആ കൂട്ടത്തിൽ സമൂഹം ഒരു വശത്ത് നിന്ന് നശിച്ച് മുക്കാലും നശിച്ച അവസ്ഥയിലാണ്, ജീർണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മുന്നോട്ട് എന്തിനിവിടെ ജീവിക്കണം? നമ്മളിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ എന്തുണ്ട് നമുക്ക് മാതൃകയാക്കാൻ, അല്ലെങ്കിൽ നല്ലതെന്ന് പറയാൻ എന്തുണ്ട് എന്ന് നമ്മൾ വായും പൊളിച്ച് നിന്ന് ചിന്തിക്കേണ്ട ഒരവസ്ഥയിലാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കാൻ നമ്മൾ നിർബന്ധിതരാകുകയാണ്. ഇത് പറയുന്നത് കൊണ്ട് ചിലപ്പോൾ പറഞ്ഞ് എൻ്റെ ഒരു സമ്മർദ്ദവും കുറച്ചൊന്ന് കുറയും. ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഇതേ അഭിപ്രായമുള്ള ഒരുപാട് ആളുകളുണ്ടാവും. നിങ്ങൾ കമൻറ്റ് ഇടുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം പങ്കുവെച്ചു എന്നൊരാശ്വാസം നിങ്ങൾക്കും. അല്ലാതെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇത്തരം വീഡിയോകളുടെ പ്രേക്ഷകരാകാതിരിക്കുക. കാരണം ഇത്തരം വീഡിയോകൾ പ്രദർശിപ്പിക്കുന്നതിലൂടെ, പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിലൂടെ ഒരു ലൈംഗിക വിദ്യാഭ്യാസം ഹെൽത്തി ആയിട്ടുള്ളത് കൊടുക്കുക എന്നൊരു ലക്ഷ്യം അവർക്കില്ല. അറ്റ്ലീസ്റ്റ് ഒരാളുടെ ലൈംഗിക സമ്മർദ്ദം ലഘൂകരിക്കുക എന്നുള്ള ലക്ഷ്യം പോലുമില്ല. വെറുതെ ചിലരുടെ മാനസിക ലൈംഗിക വൈകൃതങ്ങൾ അതിനെയൊക്കെ മുതലെടുത്ത് ഇവർക്ക് കാശുണ്ടാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൻ്റെ പുറത്താണ് ഈ AI എന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യയെ ഇത്രയും അധപ്പതിച്ച രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നത്. പിന്നെ ഇവരിങ്ങനെ തുടർച്ചയായിട്ട് സ്ത്രീകളെ മാത്രം ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് സ്ത്രീകൾ ഇതിനു വേണ്ടി മാത്രമുള്ള ഉപകരണങ്ങളാണ് എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അതിങ്ങനെ ഉറപ്പിക്കുകയാണ്. സ്ത്രീയെക്കുറിച്ച് ഒരു കണ്ടന്റ് ഇവർക്ക് ചെയ്യണമെങ്കിൽ അത് ഈ ലൈംഗിക കാര്യങ്ങൾ മാത്രം പറയിപ്പിച്ച് അതേ ഉള്ളൂ. അല്ലാതെ AI ഉപയോഗിച്ച് എന്തൊക്കെ കാര്യങ്ങൾ, നമുക്ക് ഓരോരുത്തർക്കും സങ്കല്പങ്ങളുണ്ടാവും. ഒരു കാരണവശാലും നമുക്ക് ഈ ജീവിതത്തിൽ നടപ്പിലാക്കാൻ കഴിയാത്ത തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും, നമ്മുടെ സ്വപ്നങ്ങളിൽ മാത്രമുള്ളവ. അതിനൊക്കെ ജീവൻ കൊടുക്കുന്ന തരത്തിലുള്ള നല്ല നല്ല ആശയങ്ങൾ അതൊക്കെ ഇവർക്ക് ചെയ്തുകൂടെ? അപ്പോൾ ഒരു കഴിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു സാങ്കേതിക വിദ്യ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് മുതലാക്കാം, നമുക്കിഷ്ടമുള്ള രീതിയിൽ എങ്ങനെ മുതലാക്കാം, എങ്ങനെ ആളുകളുടെ ദൗർബല്യത്തെ ചൂഷണം ചെയ്യാം എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അവരെയാണ് ഇത്തരം കണ്ടന്റ് ക്രിയേഷനുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ പലതരത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങളിലേക്ക് മനുഷ്യരുടെ ചിന്തയെയും അല്ലെങ്കിൽ മനുഷ്യരുടെ ദൗർബല്യത്തെയും ഒക്കെ വലിച്ചിടുകയാണ് ഇവർ മനഃപൂർവ്വം ചെയ്യുന്നത്. അതങ്ങനെ ഇവർ ചെയ്യുകയാണ് എന്നുള്ള ബോധം നമുക്ക് വേണം. ഇപ്പോൾ ഏതായാലും നമുക്ക് തുടങ്ങിയ സമയത്തൊക്കെ കുറച്ച് പേർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇത് AI ആണോ ഒറിജിനൽ ആണോ. ഇപ്പോൾ അത് എത്രയൊക്കെ ഒറിജിനാലിറ്റിയോടെ ഇവർ അത് പ്രൊഡ്യൂസ് ചെയ്താലും അത് ആർട്ടിഫിഷ്യൽ ആണ് എന്ന് നമുക്ക് എന്താണെങ്കിലും മനസ്സിലാകും. AI വീഡിയോയുടെ ആ ഒരു ഡയലോഗ് ഡെലിവറിയൊക്കെ ഏകദേശം ഒരു സമാന സ്വഭാവമുള്ളതാണ്. എന്താണെങ്കിലും നാച്ചുറലായിട്ട് മനുഷ്യർ സംസാരിക്കുന്ന പോലെ ഒന്നും വരില്ല. പിന്നെ ഫേസ്ബുക്കിലൊക്കെ റീൽസ് കാണാം, ചില സ്ത്രീകൾ ജിമ്മിൽ നിന്ന് വർക്കൗട്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയുന്നത്, പ്രത്യേക തരത്തിലുള്ള ഡ്രസ്സിങ്. അപ്പോൾ അതിനൊക്കെ താഴെ വന്ന് ഇപ്പോഴും നിഷ്കളങ്കമായിട്ട് എടി കൊച്ചെ നിനക്ക് വേറെ ജോലി ഇല്ല എന്നൊക്കെ ചോദിക്കുന്ന മനുഷ്യരുണ്ട്. ആ ഒരു വശത്തേക്ക് നമ്മൾ പോകാതിരിക്കുക. അറിയാതെ എങ്ങാനും നമ്മുടെ കണ്ണിൽപ്പെട്ടാലും പെട്ടെന്ന് അതിൽ നിന്ന് ഓടി രക്ഷപ്പെടുക. കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുക്കാതിരിക്കുക. എങ്ങനെയും എന്തും ചെയ്തും 10 കാശ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്ന ആളുകളുടെ എണ്ണം ക്രമാതീതമായി കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇതിനപ്പുറം നമ്മൾ പ്രതീക്ഷിക്കണം. നമുക്ക് നമ്മുടെ കാര്യത്തിൽ ജാഗ്രത പാലിക്കുക. നമ്മുടെ കൈവിരലുകളെയും നമ്മുടെ തലച്ചോറിനെയും നമ്മുടെ കണ്ണിനെയും ഒക്കെ ഇവിടെ നിന്ന് മാറ്റി നിർത്തുക, അകലം പാലിക്കുക എന്നത് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഇത്തരം വലിയ പോക്കൃത്തരങ്ങൾ വിറ്റ് കാശാക്കി ജീവിക്കുന്നവന്മാരോടുള്ള അങ്ങേയറ്റത്തെ പുച്ഛവും സഹതാപവും പ്രതിഷേധവും ശീതളസത്തിലൂടെ രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ എത്ര പേർ ആഗ്രഹിക്കുന്നു? താഴെ കമൻറ്റ് ചെയ്യൂ.